ഫ്രണ്ട്സ്, വെൽക്കം ടു നസുവാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അത് നമുക്കെങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് ഒരു അലുമിനിയത്തിൻ്റെ പാനിലാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് എല്ലാ വശത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യുക. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ അരിപ്പയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് ഒരു വിസ്ക് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു 6 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കുക. ഇത് നല്ലതുപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് ഫോൾഡ് ചെയ്യുമ്പോൾ ഓവർ മിക്സിങ് ചെയ്യരുത്, കേക്കിൻ്റെ സോഫ്റ്റ് കുറയും. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലോ മെൽറ്റഡ് ബട്ടറോ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി പാൻ ഒന്ന് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. പത്ത് മിനിറ്റിന് ശേഷം ബാറ്റർ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. പാനിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്ത് ഒരു 25-30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇരുപത്തഞ്ച് മിനിറ്റിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം വിരലിന്മേൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം സൈഡ് ഭാഗങ്ങളൊക്കെ ഒരു കത്തി വെച്ചൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അപ്പോഴേക്കും വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബും വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരു ബൗള് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ക്രീം തിക്കാകുന്നത് വരെ നിങ്ങൾ ഫസ്റ്റ് സ്പീഡിലിട്ട് മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിക്നെസ് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി 1 സെക്കൻഡ് സ്പീഡിലിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നല്ല ഹൈ സ്പീഡിലിട്ട് സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം.
ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു രീതിയിൽ വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ വേണ്ടി. തണുത്തതിന് ശേഷം 2 ലെയർ ആക്കിയിട്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേക്ക് ടേബിളിൻ്റെ മുകളിൽ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ലെയർ വെച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാ വശത്തേക്കും ഒന്ന് ഷുഗർ സിറപ്പ് ഒന്ന് ആക്കി കൊടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ചെറീസ് ചെറുതാക്കി കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ അടുത്ത ലെയർ വെച്ചതിന് ശേഷം ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിനെ മുഴുവനായിട്ടും ചെറിയ രീതിയിൽ വിപ്പിംഗ് ക്രീം വെച്ചുകൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാനും പെട്ടെന്ന് എളുപ്പമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ വശത്തേക്കും വൈറ്റ് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തത് ആക്കി കൊടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുകയും ചെയ്യുക. ഇനി അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.